നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിക്ടർ റോക്കിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം ബാഴ്സലോണയിൽ തുടരുമോ ഇല്ലയോ? ബാഴ്സലോണയ്ക്ക് താരത്തെ വിറ്റ് ഒഴിവാക്കാൻ താല്പര്യമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടക്കാണ് അൽ ഹിലാൽ അദ്ദേഹത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തിയത്. അൽ ഹിലാലിന് തീർച്ചയായിട്ടും വിക്ടർ റോക്കിൽ താല്പര്യമുണ്ട്. അവർക്കൊരു യുവ സ്ട്രൈക്കർ വേണം, ഇതെല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി അവരൊരു ഓഫർ നേരത്തെ വെച്ചിരുന്നു. എന്നാൽ അത് വിക്ടർ റോക്ക് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ട്, പക്ഷെ വിക്ടർ റോക്കിന്റെ ക്യാമ്പ് അത് റിജക്ട് ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും അൽ ഹിലാൽ നീക്കങ്ങൾ നടത്തി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയാണ്. റൊമാനോ പറയുന്നത് കഴിഞ്ഞ 24 മുതൽ 48 മണിക്കൂറിനിടെയുള്ള സമയത്ത് വിക്ടർ റോക്കിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി അൽ ഹിലാൽ നീക്കങ്ങൾ നടത്തി. എഗെയിൻ വിക്ടർ റോക്ക് നോ പറഞ്ഞിരിക്കുകയാണ്. എഗെയിൻ അദ്ദേഹം അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഇനീഷ്യൽ പ്രപ്പോസൽ ടേൺ ഡൗൺ ചെയ്തതിനു ശേഷം എഗെയിൻ അൽ ഹിലാല് പുതുക്കിയ ഒരു ഓഫറുമായിട്ട് ചെന്നു. അതും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു വിക്ടർ റോക്ക് എന്നാണ് റിപ്പോർട്ട്. ചുരുക്കത്തില് വിക്ടർ റോക്കിന് നിലവില് സൗദി അറേബ്യൻ ക്ലബായിട്ടുള്ള അൽ ഹിലാലിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇനിയിപ്പം വീണ്ടും ഓഫറുമായിട്ട് വരുമോ ഇല്ലയോ അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അൽ ഹിലാലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യങ് സ്ട്രൈക്കറെ വേണം. അതിനാണ് അവരിങ്ങനെ റോക്കിനെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു യങ് സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള നീക്കം, അതായത് ജോൺ ഡ്യൂറാന് വേണ്ടിയിട്ടുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, FC ബാഴ്സലോണ ഇപ്പൊ വിക്ടർ റോക്കിനെ ഉപയോഗപ്പെടുത്തുമോ ഇല്ലയോ അതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇപ്പം അവരുടെ പ്രീ സീസൺ ടൂറിൽ ഒരു കളിയിൽ അദ്ദേഹത്തെ വിങ്ങിൽ കളിപ്പിക്കുന്ന കാഴ്ച കണ്ടു. കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കി, അത് സ്ട്രൈക്കറുടെ റോളിൽ ഇറക്കി. അപ്പൊ ഹൻസി ഫ്ലിക്ക് ഏത് രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും, ഹൻസി ഫ്ലിക്കിന്റെ ആ ഒരു പ്ലാനിൽ അദ്ദേഹത്തിന് ഇടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചില ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും സോഴ്സുകളും ഒക്കെ നൽകുന്നത് വിക്ടർ റോക്കിനെ ഒഴിവാക്കാൻ തന്നെയാണ് ബാഴ്സ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഏതായാലും താരത്തിന് ഇപ്പോ സൗദി അറേബ്യയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വേണം ഈ കാര്യങ്ങളിൽ നിന്ന്, അൽ ഹിലാലിന്റെ ഓഫർ നിരസിച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ. യൂറോപ്പിൽ തന്നെ വിക്ടർ റോക്ക് തുടർന്നേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.